മഗ്നീഷ്യം ഉണ്ടാകണമെങ്കിൽ ശരീരത്തിൽ എല്ലാ വിറ്റാമിനും സ്വീകരിക്കണമെങ്കിലും വിറ്റാമിൻ ഡി വേണം. അതിന് വെയിൽ കൊണ്ടേ പറ്റും. രാവിലെ 9 മണിക്ക് മുമ്പും വൈകുന്നേരം 4:00-ക്ക് ശേഷം വെയിൽ കൊണ്ടേ പറ്റും. അടുത്ത 9 മണിക്ക് മുമ്പും വൈകുന്നേരം 4:30-ക്ക് ശേഷം വെയിൽ കൊള്ളണം. ഇതിൽ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വെള്ളം, നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതാണിത്. നല്ല വെള്ളം വേണ്ടത്ര കുടിക്കുക എന്നുള്ളതാണ്. ആ വെള്ളം ജ്യൂസായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലത്. കരിമ്പ് ജ്യൂസോ കക്കരിക്ക ജ്യൂസോ ഓറഞ്ച് നീരോ, അത് ഈ ക്രോമസോണിലെ ബെല്ലിറമിൻ്റെ ഇതിന് ആ ജ്യൂസുകളും നല്ല വെള്ളം സഹിക്കും. നല്ല വെള്ളം, ചൂടാക്കാത്ത വെള്ളത്തിൽ മനുഷ്യന് വേണ്ട ഒരുപാട് വിറ്റാമിൻ അതിലുണ്ട്. അത് ചൂടാക്കി കഴിക്കുമ്പോൾ അതെല്ലാം നഷ്ടപ്പെടണമെന്നുള്ളതാണ്. വെള്ളം, നല്ല വെള്ളം കുടിക്കൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മളെ ശരീരത്തിൽ ചില പ്രതിസന്ധി ഉണ്ടാവും. പനി വരാൻ, ജലദോഷം വരാൻ, രക്തത്തിലെ വിഷത്തെ കളയാൻ വേണ്ടി ശരീരം നടത്തുന്ന ചില പ്രതിസന്ധികളാണ്, വിഷമസന്ധികളാണ് ഛർദിയും വയറിളക്കവും തലവേദനയും പനിയും ഒക്കെ, ചൊറിച്ചിലൊക്കെ. അതിനെ തടയരുത്. മലമൂത്ര വിസർജനത്തെ തടയരുത്. ആയുസ് വേണമെങ്കിൽ, പായിൽ കിടക്കാതിരിക്കണമെങ്കിൽ തടയാൻ പാടില്ല. ആരാണ് ഇത് ആയുർവേദത്തിൽ അഷ്ടാംഗഹൃദയത്തിൽ പറയുന്ന കാര്യമാണ്. വേഗാനുരാഗാന്ന് പറയുന്നുണ്ട്. ഒരു വേഗത്തെയും തടയരുത്. കോട്ടുവായി ഇടുന്ന് നടക്കണം. ഉറക്കം വരുമ്പോൾ ഉറങ്ങണം. ഒന്നിനെയും തടയരുത്. മെൻസസിനെ തടയരുത്. തടഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൽ മുഴ വരും. വേഗത്തെ തടയരുത്. ഒരു സ്ത്രീ മൂത്രമൊഴിക്കാൻ പറ്റാതെ, ഒരു കല്യാണത്തിന് പോയിട്ട് മൂത്രമൊഴിക്കാൻ പറ്റാതെ, ഇവരുടെ പ്രായത്തിലുള്ള ഒരു സ്ത്രീയാണ്. അവസാനം അവർ ഒരു ദിവസം മുഴുവൻ മൂത്രമൊഴിക്കാൻ പറ്റില്ല പറഞ്ഞു. വയറുവേദനയായി ഗർഭപാത്രം പോയിട്ട് ഗർഭപാത്രം മാറ്റി പറഞ്ഞു. അവരെന്നോട് പറഞ്ഞത് പറഞ്ഞാണ്. 3 ദിവസം മൂത്രം വെള്ളി നമ്മൾ മരണത്തിലേക്ക് കിടക്കും. 7 ദിവസം കക്കൂസിൽ പോയാലും കാഴ്ചശക്തി കംപ്ലീറ്റ് പോകും. മലവും മൂത്രവും മെൻസസും ഈ ത്വക്കിൽ കൂടെ വേർപ്പൊക്കെ പോകണം. ഇത് പോകാതിരിക്കുമ്പോൾ കോശം വിഷം കൊണ്ട് നിറയും. അങ്ങനെ നമ്മുടെ ആയുസ് കുറയാനിത്. അതിനെ ഇംഗ്ലീഷ് മരുന്ന് കൊണ്ട് അടിച്ചമർത്തരുത്. ഈ അടിച്ചമർത്തുന്നതാണ് ക്യാൻസറിലേക്ക് കിടക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതിൽ അവർ പറയണത് ഈ വിറ്റാമിൻ ആൻറ്റി ഓക്സിഡൻറ്റ് കിട്ടാൻ വേണ്ടി കൃത്രിമമായി ചെയ്യാം. കൃത്രിമമായി ചെയ്താൽ അതിന് തിരിച്ചടി ഉണ്ടെന്നാണ് റിസർച്ചിൽ പറയുന്നത്.